സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന തമിഴ് സിനിമയുടെ പേര്. ഉത്തരം വീരവണക്കം. വീരവണക്കം എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അക്ഷരമുറ്റം കേസ് ഉണ്ണി സുജിപാത അവതരിപ്പിക്കുന്നു. ദേശാഭിമാനി അക്ഷരമുറ്റം കേസിൻ്റെ LP UP വിഭാഗം ടാലന്റ് ഫെസ്റ്റ് 2025 ചോദിക്കാവുന്ന സ്കൂൾ തല മത്സരങ്ങൾക്കായുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അടങ്ങിയ ഈ വീഡിയോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമായി വീഡിയോ ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ വേദിയായ ദ്വീപ് ജെജു ദ്വീപ്. ദക്ഷിണ കൊറിയയുടെ ഭാഗമാണ് ജെജു ദ്വീപ്. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിഭാഗം ഏതാണ്? ഹരിതകർമ്മസേന. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള യാത്രയിൽ അറബിക്കടലിൽ മുങ്ങിയ നൈജീരിയൻ ചരക്കു കപ്പലിൻ്റെ പേര്. ഉത്തരം MSC എൽസ 3. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്. ഓപ്പറേഷൻ സിന്ദൂർ. ഏത് ജില്ലയുടെ പുഷ്പമായാണ് അതിരാണി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം കോഴിക്കോട് ജില്ലയുടെ പുഷ്പം. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിതയുടെ പേര്. ഉത്തരം സഫ്രീന ലത്തീഫ്. മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ് ഇക്കാര്യത്തിൽ വിജയിച്ചത്. ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോൾ ആണ്? ഉത്തരം 10 വർഷം. 10 വർഷം കൂടുമ്പോഴാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. 146 കോടിയിലധികം ജനസംഖ്യയുള്ളതും ജനസംഖ്യയിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ളതുമായ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യയാണ് 1-ാമത്, ചൈന 2-ാമത്. മലയാള മാസങ്ങളിൽ ഏറ്റവും അവസാനത്തെ മാസം ഏതാണ്? ഉത്തരം കർക്കടക മാസം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേര്. ഉത്തരം റേഡിയോ നെല്ലിക്ക. ബഹിരാകാശ വിനോദസഞ്ചാര രംഗത്ത് മുന്നിട്ടു നിൽക്കുന്ന കമ്പനി ഏതാണ്? ഉത്തരം ബ്ലൂ ഒറിജിൻ. കർക്കടക മാസത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ധാരാളമായി ലഭിക്കുന്ന വസ്തു ഏതാണ്? ഉത്തരം ഇലക്കറികൾ. ശുഭാംശു ശുക്ല ബഹിരാകാശ യാത്ര നടത്തിയ പേടകത്തിൻ്റെ പേര്. ഉത്തരം ക്രൂ ഡ്രാഗൺ. ആദ്യമായി ആധാർ എൻറോൾമെന്റ് നടത്തുവാൻ ആവശ്യമായ രേഖ ഏതാണ്? ഉത്തരം ജനന സർട്ടിഫിക്കറ്റ്. കേരളത്തിൽ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ നൽകുന്നതിന് ഉപയോഗിക്കുന്ന കവറുകൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള നിറം ഏതാണ്? ഉത്തരം നീല നിറത്തിലുള്ള കവറുകളിൽ വേണം ആൻറ്റിബയോട്ടിക് മരുന്നുകൾ നൽകാൻ. 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആര്? ഉത്തരം വൈഭവ് സൂര്യവംശി. സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരെന്താണ്? BR ഗവായ്. ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ചുരുക്കപ്പേരാണ്
BR ഗവായ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംയുക്ത സേനാ മേധാവിയുടെ പേര്? അനിൽ ചൗഹാൻ. അനിൽ ചൗഹാൻ. കേരളീയ നവോത്ഥാനത്തിന് ശക്തി പകർന്ന സാഹിത്യകൃതികളിൽ ഒന്നാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. ഇത് രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട്. അക്ഷരമറ്റ MQs വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. 1973 ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഒരേ ഒരു ഭൂമി, ഓൺലി വൺ എർത്ത്. ലോക പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം മെയ് 31. മെയ് മാസം 31-ാം തീയതി. കുഞ്ഞുപ്രായത്തിൽ വായനയുടെ ആദ്യ ഘട്ടത്തിൽ ഏതുതരം വായനയാണ് ഏറ്റവും യോജിച്ചത്? ഉത്തരം ചിത്രവായന. ചിത്രങ്ങളിലൂടെയുള്ള കഥകളും മറ്റും വായിക്കുന്നത്. ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി പേടകമയക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്? ഉത്തരം മംഗൾയാൻ 2. മംഗൾയാൻ 2. ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയാണ് വിവിധ രാജ്യങ്ങൾ ബഹിരാകാശ സഞ്ചാരികളായി തിരഞ്ഞെടുക്കുന്നത്? ഉത്തരം മികച്ച യുദ്ധവിമാന പൈലറ്റുകൾ. സമർത്ഥരായ യുദ്ധവിമാന പൈലറ്റുമാരെയാണ്. ഗാന്ധിജി 1948 വെടിയേറ്റു വീണപ്പോൾ അതേപ്പറ്റി ആകാശവാണിയിലൂടെ പ്രസംഗിച്ചതാര്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ഇലകളിലെ പച്ച നിറത്തിന് കാരണമായ ഘടകം ഏതാണ്? ഉത്തരം ഹരിതകം അഥവാ ക്ലോറോഫിൽ. കണ്ണിൻ്റെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ എ. 1945 ആഗസ്റ്റ് 6 അമേരിക്ക ഹിരോഷിമയിലിട്ട അണുബോംബിൻ്റെ പേരെന്ത്? ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ്. യുവർ കമൻറ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിൽ സമ്പന്നനെയും ദരിദ്രനെയും നാനാജാതി മതസ്ഥരെയും ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചത് ഏത് വസ്തുവിനെ? ഉത്തരം അറിയാമെങ്കിൽ കമൻസിൽ എഴുതിക്കോളൂ. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.